ഈ രാജ്യത്തുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു യാത്ര ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുകയുണ്ടായി. ഭാരത് ജോഡോ ന്യായ് യാത്ര. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ശബ്ദം എവിടുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? എന്തേ പൂർണ്ണ മൗനം? എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത്? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, എന്താണ് നിലപാട്? അപ്പോൾ ആലോചിച്ച് പറയാം. എന്താണത്? കൂടെ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ചിരിക്കുന്നു, ഖാർഗെയും ചിരിക്കുന്നു. നമുക്ക് ചിരിക്കാം, എന്നാൽ ഉള്ളുപൊള്ളി ഉത്കണ്ഠയോടെ കഴിയുന്ന ജനലക്ഷങ്ങളും ജനകോടികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് നാം മറക്കരുത്. അവരെ കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഭാഗമായി പ്രതികരിക്കാൻ പറ്റിയോ? ഇവിടെ സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, കെ സി വേണുഗോപാൽ, ഈ നിയമം കൊണ്ടുവന്നിട്ട് 4 വർഷവും 3 മാസവും കഴിഞ്ഞു. ഇത് നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് കൊണ്ടുവരാൻ? നേരത്തെ നടപ്പാക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നടപ്പാക്കാമെന്നല്ലേ? എന്താണ് ഈ തരത്തിലുള്ള ഒരു അഴകുഴമ്പൻ നിലപാട് വരുന്നത്? ജയറാം രമേശാണ് മീഡിയ വിഭാഗം തലവൻ കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് ഈ വർഗീയ നിയമത്തിനെതിരെ എന്തെങ്കിലും നിലപാട് പറയാൻ കഴിഞ്ഞോ? അപ്പോൾ കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് ഇവിടെ നടന്നത്. ആ ഒളിച്ചുകളി ആർക്കാണ് ഗുണമായിട്ട് വരുന്നത്? അത് RSSനും സംഘപരിവാറിനും അവരുടെ നിർദ്ദേശമനുസരിച്ച് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ പുറപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനുമാണ് ഗുണകരമായി മാറുന്നത് എന്ന് നാം കാണണം. ഇവിടെ LDFനോ കേരളത്തിലെ LDF സർക്കാരിനോ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയുമില്ല. ശക്തമായ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അതേ നിലപാട് തന്നെയാണ് ആവർത്തിക്കുക. ഇത് പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തെ മുസ്ലിം ബഹുജനങ്ങളെ രണ്ടാന്തര പൗരരാക്കലിൻ്റെ ഭാഗമായുള്ളതാണ്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. സംഘപരിവാറിന് മതാധിഷ്ഠിത രാഷ്ട്രം, അത് ഹിന്ദു രാഷ്ട്രം, ആ ഹിന്ദു രാഷ്ട്രവാദം നേരത്തെ തന്നെ അവർ മറച്ചു വച്ചിട്ടില്ല. RSSൻ്റെ ജന്മശതാബ്ദി വരാൻ പോവുകയാണ്. 2025 അടുത്ത വർഷം RSS രൂപം കൊണ്ടിട്ട് 100 വർഷം തികയുകയാണ്. അപ്പോൾ ആ 100 വർഷം തികയുമ്പോൾ സംഘപരിവാറിന് കടുത്ത വർഗീയ ലക്ഷ്യമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന രൂപം കൊടുത്തപ്പോൾ ആ ഘട്ടം മുതൽക്ക് അതിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തിയവരാണിവർ. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത്. അന്ന് തന്നെ RSS അതിനെതിരായിരുന്നു. നവംബർ 26 കഴിഞ്ഞ് നവംബർ 30 RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ അന്നൊരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിലെ വാചകം
വാചകങ്ങൾ അതേ രീതിയിൽ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. ഭരണഘടനയിൽ പ്രാചീന ഭാരതത്തിലെ അനന്യമായ ഭരണഘടനാ വികാസത്തെക്കുറിച്ച് പരാമർശമൊന്നുമില്ല. മനുവിൻ്റെ നിയമങ്ങൾ സ്പാർട്ടയിലെ ലൈക്കർഗസിനും പേർഷ്യയിലെ സോളനും മുൻപുള്ളതാണ്. ഈ ദിവസം വരെയും മനുസ്മൃതിയിലെ നിയമങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ പ്രശംസക്ക് പാത്രമായി. എന്നാൽ നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് ഒന്നുമല്ലായിരുന്നു. ഇതാണ് ഓർഗനൈസർ അന്ന് പറഞ്ഞു വെച്ചത്. സവർക്കർ ആ ഘട്ടത്തിൽ പറഞ്ഞത്, നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ, അതും ഞാൻ ഉദ്ധരിക്കുകയാണ്, നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധിക്കപ്പെടാറുള്ളത് മനുസ്മൃതിയാണ്. പ്രാചീന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളുടെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും അടിസ്ഥാനം മനുസ്മൃതിയാണ്. ഇപ്പോഴും കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിൽ പിന്തുടർന്നു പോരുന്ന രീതികളും ചട്ടങ്ങളും മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അവസാന വാചകം, മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം. സവർക്കർ പറഞ്ഞു നിർത്തുകയാണ്. ദീനദയാൽ ഉപാധ്യായ, മറ്റൊരു RSS തലവൻ, ഭരണഘടന പാശ്ചാത്യരെ അനുകരിച്ചുള്ള ഭരണഘടനയാണ്. ഈ ഭരണഘടന വ്യക്തികളും സമൂഹവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച ഇന്ത്യൻ ധാരണകളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞുള്ളതാണ്. ഇതാണ് RSS നിലപാട്. കൃത്യമാണല്ലോ. ആ നിലപാടിലേക്ക് എത്താൻ അവർ സ്വീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. പക്ഷേ നാം അനുഭവിച്ചതാണ്, നാം കണ്ടതാണ്, ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. എന്തെല്ലാം ക്രൂരതകൾ, ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ, അതെല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ സംഘപരിവാറിന് കൃത്യമായ വർഗീയ ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കലാണ്, നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കലാണ്, ഇവിടുത്തെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കലാണ്. ആ വർഗീയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള പാലമാണ് പൗരത്വ നിയമ ഭേദഗതി എന്നത് നാം കാണണം. ഭരണഘടന ഉറപ്പു നൽകുന്നൊരു കാര്യമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ. ഇവിടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പൗരാവകാശങ്ങൾ എടുത്തു കളയാനുള്ള ടൂളുകളായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററും എല്ലാം വരുന്നത്. സംഘപരിവാറിൻ്റെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയവും സമീപനവും ഇടതുപക്ഷത്തിൻ്റേതാണ്. LDF സർക്കാർ ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. ആർക്കും ഒരു സംശയവും വേണ്ട, ഇവിടെ ഇത് നടപ്പാക്കില്ല. ഏത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും. ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല, നിശബ്ദരാകുകയുമില്ല. നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചിതിനെ എതിർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.